സാത്താൻ ഒരിക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോഴേ ദൈവം ഒരു ചോദ്യം ചോദിച്ചു, എന്നോട് സുഖമായിരിക്കുന്നു, എവിടെയായിരുന്നു? അതെ, ഊസ് ദേശത്തൊന്ന് പോയേക്കുമായിരുന്നു. ഉടനെ കർത്താവ് ചോദിക്കുക, ദേ ഒരു ചോദ്യം ചോദിക്കുക, അവിടെ നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ ചുമ്മാതെ നോട്ടം ഇട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. കാര്യം കർത്താവിൻ്റെ ഹൃദയത്തിൽ ഊസ് ദേശത്ത് ഒത്തിരി പേരുണ്ടെങ്കിലും ഇയ്യോബ് പതിഞ്ഞു നിൽക്കുക. മിണ്ടുന്നില്ല. ഒരിക്കൽ അഹരോനും മിര്യാമും എല്ലാം കൂടെ പറഞ്ഞു, മോശ മാത്രമുള്ള ഉപദേശം എന്ന് ചോദിച്ചപ്പോൾ തമ്പുരാൻ ഇങ്ങനെ ഇറങ്ങി വന്നേച്ചു പറഞ്ഞു, ഉള്ളെന്ന് പറഞ്ഞു. മോശ തമ്പുരാൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു നിൽക്കുക. ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിന്നോട് പറയാം, നീ വ്യത്യസ്തനാകുന്നത് കയ്യടി കൊണ്ടല്ല, സബാരിസ്റ്ററെ പേരുകൊണ്ടല്ല, വെള്ളയുടെ പിട്ടോണ്ടല്ല, മീശ പഠിച്ചോണ്ടല്ല, കാതിപ്പൂ പഠിച്ചോണ്ടല്ല. നീ വ്യത്യസ്തനാകുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കൊരു ദൂത് ദൈവം തരുന്നു, ആരുടെയും വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആരുടെയും കുടുംബത്തിൽ നടക്കാത്ത ചില കാര്യം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരുടെ കാര്യത്തിലും ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും നിന്റെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കും. എത്ര പേർക്ക് ആ ദൂത് സ്വീകരിക്കാൻ പറ്റും? നീ യേശുവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. ഓ, നീ യേശുവിൻ്റെ ഹൃദയത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ കയ്യടിയും സ്തോത്രവും പ്രാർത്ഥനയും ഒക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നീ തെളിഞ്ഞു നിൽക്കട്ടെ. താഴോട്ട് വരിക, ഇനി ദൂതിലോട്ട് വരിക. അവ 3 സ്വഭാവമുള്ള 3 കൂട്ടർ ആ വീട്ടിലുണ്ട്. പക്ഷെ പ്രത്യേകത പറയാം, ആ വീടിനെയും അതിൽ പാർക്കുന്ന 3 പേരെയും ആര് സ്നേഹിച്ചു? യേശു സ്നേഹിച്ചു. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, നിന്റെ കുടുംബത്തെ നിന്നെയും യേശു സ്നേഹിക്കുന്നുണ്ടെന്ന് പറ. ഇനി മാർത്തയോട് പറഞ്ഞ വിഷയത്തിലോട്ടാ ദൂത് വരാൻ പോകുന്നേ. മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്നത് എന്ത്? അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, പലതിനെ ചൊല്ലി വിചാരപ്പെടല്ലെന്ന് പറ. സ്തോത്രം. ഈ 3 ദൂത് നമുക്ക് ബൈബിള് തരുന്നുണ്ട്. ആ 3 ദൂത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. വാക്യം വായിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ റെഫറൻസ് പറഞ്ഞു പോകാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വിചാരപ്പെടരുതെന്ന് കർത്താവ് പഠിപ്പിക്കുക. സ്തോത്രം. ലൂക്കോസ് 10:41 പലതിനെ ചൊല്ലി വിചാരപ്പെടരുതെന്ന് കർത്താവ് പഠിപ്പിക്കുക. സ്തോത്രം. ഫിലിപ്പിയർ 4:6 പഠിക്കുമ്പം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് കർത്താവ് പഠിപ്പിക്കുക. ഒന്നുകൂടെ പറയാം, വിചാരപ്പെടരുത്, പലതിനെ ചൊല്ലി വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും. അടുത്തിരിക്കുന്ന ആളത്തോടെ വിചാരപ്പെടാതെ ജീവിക്കാൻ പറ. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷമവും സങ്കടവും ദുഃഖവും നാളെ എന്താകുമെന്നുള്ള വിചാരമൊക്കെ വന്നപ്പം കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നേച്ച് ഈ വാക്യം എല്ലാം കൂടെ എൻ്റെ മുമ്പിലോട്ട് അഴിച്ചിട്ടു. പ്രസംഗിക്കുന്ന ഞാനൊരു സൂപ്പർമാനും കേൾക്കുന്ന നിങ്ങളെല്ലാം വിചാരങ്ങളുള്ളവരുമാണെന്നല്ല, എനിക്കും നിങ്ങൾക്കും എല്ലാ വിചാരമുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നാണ് ഇന്നത്തെ മെസ്സേജ്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നൊരു ദൂത് പറയാം, വിചാരപ്പെടണ്ട, പലതിനെ ചൊല്ലി വിചാരപ്പെടണ്ട, ഒന്നിനെ ചൊല്ലിയും വിചാരപ്പെടണ്ട.